ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ ഒന്ന് വല്ലാണ്ട് ഹെസിറ്റേറ്റ് ചെയ്യിക്കുന്നൊരു കാര്യമാണ് ഉച്ചാരണം. ശരിയായ ഉച്ചാരണമില്ലാത്തപ്പോൾ നമുക്ക് സംസാരിക്കാൻ മടിയാണ്. ഉച്ചാരണം ആവശ്യമാണ്, കൃത്യമായ പ്രൊനൗൺസിയേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇംഗ്ലീഷ് എന്നത് നേറ്റീവ് ലാംഗ്വേജ് അല്ലാത്ത ഏത് രാജ്യക്കാരാണെങ്കിലും അവരുടെ ഉച്ചാരണത്തിൽ വ്യത്യാസമുണ്ടാകും. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു മദർ ടങ് ഉണ്ട്. നമ്മുടെ മദർ ടങ് എന്താണോ അത് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജിനെ, ഇംഗ്ലീഷിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. മലയാളികൾക്ക് മാത്രമുള്ളൊരു പ്രശ്നമല്ല ഇത്, ഇതൊരു ഗ്ലോബൽ പ്രോബ്ലമാണ്. ലോകത്തിൻ്റെ പല ഭാഗത്ത് ചെല്ലുമ്പോൾ അവർക്ക് ഇപ്പോൾ ഇറ്റാലിയൻസ് ആണെങ്കിലും ജർമ്മൻസ് ആണെങ്കിലും അവരുടെ മദർ ടങ് ഇംഗ്ലീഷ് അല്ലാത്തത് കൊണ്ട് ഇംഗ്ലീഷിൽ അവരുടെ മദർ ടങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകും. ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സംസാരിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റണം. കാരണം വളരെ കൃത്യമായി ഉച്ചാരണം എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്ന് നിർബന്ധം പിടിച്ചാൽ നമുക്ക് ആ ഭാഷ സംസാരിക്കാൻ ഒരു ഇച്ചിരി പ്രയാസമുണ്ടാകും. ഉദാഹരണത്തിന് നമ്മൾ സ്ഥിരമായി വരുത്തുന്ന കുറച്ച് തെറ്റുകളുണ്ട്. ഇപ്പം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നമുക്ക് ഓ സൗണ്ടിൽ നമുക്കൊരു പ്രയാസമുണ്ട്. ഇപ്പം ഭൗപ്പ്, അതുപോലെ തന്നെ പോപ്പ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെ പോപ്ഡ് അപ്പ്. ഭൗപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വത്തിക്കാനിലെ ഭൗപ്പ്. അപ്പം ഈ രണ്ട്, ആ ഭൗപ്പും പോപ്പ് അതും തമ്മിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന ഒരു പാനീയമാണ് ഖൗക്ക് ആണ്. ഖൗക്ക് എന്ന് തന്നെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതിൻ്റെ മീനിങ് മാറിപ്പോകും. അങ്ങനെ എക്സ്പ്ലിസിറ്റ്ലി നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനെ മാത്രം നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിച്ചാൽ മതിയാകും. പിന്നെ ഇവൻച്വലി നമുക്ക് ഫുൾ കറക്ഷൻസ് കൊണ്ടുവരാം. പലപ്പോഴും നമ്മളുണ്ടല്ലോ സ്ഥിരമായി തെറ്റിക്കുന്ന ഒരു വാക്കാണ് ടാർഗറ്റ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ടാർജറ്റ് എന്ന് പറയും. ഈ ടാർഗറ്റ് എന്ന വാക്ക് നമ്മൾ ഒരുപാട് സ്ഥിരമായി ഉപയോഗിക്കുന്നതുമാണ്. സോ ഇറ്റ്സ് നോട്ട് ടാർജറ്റ്, ഇറ്റ്സ് ടാർഗറ്റ്. GETയിൽ നമ്മൾ ഗെറ്റ് പറയത്തില്ലേ, ഗോ ഗെറ്റ് സംതിങ്, ആ ഗെറ്റാണ് നമുക്ക് ടാർഗറ്റിൽ ഉപയോഗിക്കേണ്ടത്. പിന്നെ നമുക്ക് ഒരുപാട് ഉപയോഗം വരില്ല, എന്നാലും നമ്മൾ പറയാറുണ്ട്, അത് കറക്റ്റ് ചെയ്യാനും പ്രയാസമാണ്. കൂപ്പൺ എന്ന് പറയും, COUPON. അത് കൂപ്പോൺ ആണ്, കൂപ്പൺ അല്ല. ശരി, ഇതിപ്പോൾ കൂപ്പോൺ ആണ്. നമുക്കൊരു കടയിൽ സാധാരണമായി പോയിട്ട് ഒരു കൂപ്പോൺ ഉണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാകില്ല. നമ്മുടെ നാട്ടിൽ സംസാരിക്കുമ്പോൾ നമ്മളിത് കൂപ്പൺ എന്ന് പറഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ. എന്നാൽ ഇംഗ്ലീഷ് നേറ്റീവ് ലാംഗ്വേജ് ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ കൂപ്പൺ എന്ന് പറഞ്ഞാൽ അതും അവർക്ക് മനസ്സിലാവത്തില്ല. പിന്നെ നമ്മളെന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നത് മലയാളികളാണ്. മലയാളികൾക്ക് സ്ഥിരമായി പറ്റാറുള്ള കൺഫ്യൂഷനാണ്. നമ്മൾ Wയും Vയും ഉച്ചരിക്കുമ്പോൾ നമുക്ക് രണ്ടും തമ്മിൽ മാറിപ്പോകും. ഇപ്പോൾ W വെച്ച് നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകളാണ് വെൽക്കം. അപ്പോൾ ഈ Wന് ഇതിനൊരു ട്രിക്ക് ഉണ്ട്, പറയുന്നത് ബൈറ്റ് യുവർ വീസ് ആൻഡ് കിസ് യുവർ W's. ഇപ്പം വാട്ട്, വെയർ, വൈ, വാവ്, വണ്ടർഫുൾ അങ്ങനെ പറയണം. എന്നാൽ വി ആണെങ്കിൽ വെരി, വിക്ടർ, വിക്ടറി, വാൻ, വൈൻ. കണ്ടോ, അവിടെ വ എന്നാ പറയേണ്ടത്, വാനിഷ്. എന്നാൽ W വെച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മൾ വാവ്, വണ്ടർഫുൾ, വൈ. പിന്നെ നമ്മൾക്കുള്ളൊരു പ്രശ്നം, നമ്മൾ ടി എന്ന് പറഞ്ഞ സൗണ്ട് നമ്മൾ ഉച്ചരിക്കില്ല. നമ്മൾ മലയാളത്തിൽ ട്, അതായത് നാക്കിൻ്റെ ടിപ്പ് നമ്മുടെ അപ്പർ പാലറ്റിൽ പല്ലിൻ്റെ തൊട്ട് ബാക്കിൽ തൊട്ടുകൊണ്ടാണ് ട് എന്ന സൗണ്ട് നമ്മൾക്ക് പുറപ്പെടുപ്പിക്കേണ്ടത്. മലയാളത്തിലുണ്ടല്ലോ നമുക്ക് അങ്ങനെ ഒരു ട് എന്നില്ല, നമുക്കെല്ലാം ട് ആണ്, ഇങ്ങനെ നാക്ക് വളഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ കണ്ടോ, ടിക്കറ്റ് എന്നൊക്കെ പറയും. നമ്മൾ അവിടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ടിക്കറ്റ് ആണ്. ടിക്കറ്റ്, ടോയ്, ടെമ്പറേച്ചർ പറഞ്ഞപ്പോൾ കണ്ടോ മറ്റൊരു അക്ഷരം നമ്മൾ തെറ്റിക്കുന്നതാണ് പി. ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു പേപ്പർ പൊട്ടിച്ച്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ഇല പൊട്ടിച്ച് എൻ്റെ ഫ്രണ്ടിൽ പിടിച്ചിട്ട് ഞാൻ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യണം. അല്ലാതെ നമ്മൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൃത്യം ആസ്പിറേഷൻ വരത്തില്ല. അത് നമുക്ക് പ്രൊനൗൺസിയേഷൻ കൃത്യമാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഒ സൗണ്ട്, നമ്മുടെ വി സൗണ്ട്, ഡബ്ല്യു സൗണ്ട്, ഭ സൗണ്ട്, ടി സൗണ്ട്. ഈ ഇംഗ്ലീഷ് പ്രത്യേകിച്ച് ഫോറിനേഴ്സ് സംസാരിക്കുമ്പോൾ അവരങ്ങ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് പറയുന്നതല്ല. ഇംഗ്ലീഷിൻ്റെ ഒരു ഉച്ചാരണ രീതി അങ്ങനെയാണ്. പക്ഷെ അതിൻ്റെ ഉച്ചാരണ രീതി അങ്ങനെ കേൾക്കുമ്പോൾ മലയാളം വളരെ വളരെ പച്ചയായിട്ടുള്ളൊരു ഭാഷയായതുകൊണ്ട് നമുക്ക് തോന്നും ഭയങ്കര അങ്ങ് സ്റ്റൈലൈസ് ചെയ്യുന്നുവെന്ന്. പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മലയാളികളാണ്. നമ്മൾ മലയാളികളാകുമ്പോൾ നമ്മുടെ മദർ ടങ് മലയാളമാണ്. അല്ലെങ്കിൽ എന്താണോ നമ്മുടെ മദർ ടങ് അതിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ ഇംഗ്ലീഷിൽ ഉണ്ടാകും. ചിലർക്കത് ഒരുപാടുണ്ടാകും, ചിലർക്കത് വളരെ ചെറിയ തോതിലുണ്ടാകും. അപ്പം നിങ്ങൾക്കും എനിക്കും ഒക്കെയുള്ളൊരു പ്രശ്നമാണിത്. നമ്മൾ ഒരുപാട് സെൻറ്റൻസ് സംസാരിച്ച് കഴിയുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും നമുക്ക് ഈ മിസ്റ്റേക്ക് വരുന്നത്. ആ മിസ്റ്റേക്കിനെ ഓർത്ത് നമ്മൾ ഈ ഭാഷ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നമ്മുടെ സൈഡിലുള്ള ഒരു മിസ്റ്റേക്ക്. പിന്നെ പ്രധാനമായും ഇതുപോലെ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ പോയം എന്ന് പറയുന്നത്, അതിലൊരു വൈ ചേർത്ത് നമ്മൾ പറയുന്നത് പോം ആണ്. പോം ഇംഗ്ലീഷ് ഒരു ഭാഷയല്ലേ, അതിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഭംഗിയാവുകയും ചെയ്യും. നമ്മൾ വണ്ടി കൊണ്ട് വെക്കുമ്പോഴത്തേക്കും നമ്മൾ പറയത്തില്ലേ പാർക്കിംഗ് ഉണ്ട്, എന്നാൽ നമ്മുടെ പോക്കറ്റിൽ നമ്മൾ പേഴ്സ്, പുരുഷന്മാർ ഉപയോഗിക്കുന്ന പേഴ്സിനൊരു പേരുണ്ട്. ഇത് രണ്ടും തമ്മിൽ ഇതുപോലെ സാമ്യതയുള്ളതാണ്. നമ്മുടെ പോക്കറ്റിൽ വയ്ക്കുന്ന പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന വാലറ്റ് എന്നാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കിസ് യുവർ ഡബ്ല്യൂസ്, വാലറ്റ്. എന്നാൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോഴത്തേക്കും പാർക്ക് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അത് വാലേ ആണ്, വാലേ. അതിൽ ടി നമ്മൾ ഉച്ചരിക്കില്ല. വേറൊരു കാര്യം പറഞ്ഞാൽ ഫ്രഞ്ചിൽ നിന്നും മറ്റു ഒരുപാട് ഭാഷകളിൽ നിന്ന് അഡോപ്റ്റ് ചെയ്ത വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷ് എഴുതിയതുപോലെ വായിക്കാൻ പറ്റാത്തത്. ഇപ്പം വാലേ കണ്ടില്ലേ, വാലേ, അതിൽ ടി നമ്മൾ ഉച്ചരിക്കില്ല, സൈലൻറ്റ് വേർഡ്സ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പതുക്കെ അവയർനെസ് കിട്ടിയാൽ മതി. ഇത് എല്ലാം കൂടി അങ്ങ് പഠിച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ നിൽക്കുകയല്ല വേണ്ടിയത്. ഇപ്പം നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഈ കറക്ഷൻസ് തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നാലും നന്നായിരിക്കും. സോ ഇറ്റ് ഈസ് ടാർഗെറ്റ് നോട്ട് ടാർജെറ്റ്. അതാണ് ഞാൻ കോമൺലി കണ്ടിട്ടുള്ള നമ്മുടെ കയ്യിൽ നിന്ന് വരാറുള്ള ഒരു മിസ്റ്റേക്ക്. ആ പ്രൊനൗൺസിയേഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ TV പ്രോഗ്രാംസോ ഈവൻ ഇന്ന് നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാക്ക് നമുക്ക് ഉച്ചാരണം സംശയമുണ്ടെങ്കിൽ ആ വാക്ക് നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് പ്രൊനൗൺസിയേഷനും കൂടി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉച്ചാരണം നമുക്ക് കേൾക്കാൻ പറ്റും. 3-4 വട്ടം കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മളത് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങളുടെ പ്രൊനൗൺസിയേഷനെ കുറിച്ചുള്ള തോട്ട്സ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ കമൻസ് ആയിട്ട് ഇടുക. കമൻസ് ഇടുമ്പോൾ പരമാവധി ഇംഗ്ലീഷിൽ കമൻസ് ഇടാൻ ട്രൈ ചെയ്യണം കേട്ടോ. മാക്സിമം നമ്മൾ എഴുതുമ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ അത് സഹായിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. കാണുക സൂര്യ സിമ്പിൾ ഇംഗ്ലീഷ്. ലളിതമായും രസകരമായും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ.